വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി അടിയനെ ചിന്തിപ്പിച്ച വാക്യം ഗലാത്യർ 6:7. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നമുക്കേവർക്കും അറിയാം ധൂർത്തപുത്രൻ്റെ കഥ. തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി താൻ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നു. അപ്പനോട് തൻ്റെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞു. എങ്കിലും ലോകം അവനെ ധൂർത്തപുത്രൻ അല്ലെങ്കിൽ മുടിയനായ പുത്രൻ എന്ന ഒരു പരിവേഷം കൊടുക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുരിശിലെ കള്ളന്മാരിൽ ഒരുവൻ മാനസാന്തരപ്പെട്ടെങ്കിലും ക്രൂശിലെ മരണം എന്ന ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വന്നു. നാം ഈ ഭൂമിയിൽ വെച്ച് ചെയ്യുന്ന പാപപ്രവൃത്തിയുടെ അനന്തരഫലം നാം അനുഭവിച്ചേ പറ്റൂ. ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ നാം ഈ ചെയ്ത ഓരോ പാപങ്ങൾക്കും പറയേണ്ടവരാണ്. ഒരു പാപിയെ സംബന്ധിച്ച് പാപി ഏറ്റുപറയുമ്പോൾ ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടും. എന്നാൽ ഒരു വിശ്വാസി ഏറ്റുപറയുമ്പോൾ ദൈവവുമായുള്ള കൂട്ടായ്മ അത് പുനഃസ്ഥാപിക്കപ്പെടും. നാം ചെയ്യുന്ന രഹസ്യത്തിൽ നാം ചെയ്യുന്ന തെറ്റ് രഹസ്യമായി നാം ഏറ്റുപറയണം. പരസ്യമായി ചെയ്ത തെറ്റ് നാം പരസ്യമായി ദൈവത്തോട് ഏറ്റുപറയണം. നാം തിരുവെഴുത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അതെ, നമ്മുടെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കാൻ നാം തയ്യാറാകണം. ദൈവത്തിൻ്റെ വലിയ കൃപ, ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മോടുകൂടെ വേണമെങ്കിൽ നാം നമ്മുടെ ലംഘനങ്ങളെ ദൈവത്തോട് ഏറ്റുപറയാൻ കഴിവുള്ളവരായിരിക്കണം, താല്പര്യമുള്ളവരായിരിക്കണം. അതുകൊണ്ട് നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ കഠിനമായ പാപത്തിൽ നിന്നും ഒന്നും അകപ്പെടാതെ പാപത്തിൽ നിന്നും ദൂരെ ഓടുവാൻ ദൈവം പാപത്തിനുള്ള അനന്തരഫലം ഈ ഭൂമിയിലും തരുമെന്ന ബോധ്യത്തോടുകൂടെ നമുക്ക് ജീവിക്കാം. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ദൈവം തരുന്ന പാപത്തിൻ്റെ അനന്തരഫലങ്ങളെ തിരിച്ചറിയാൻ കഴിവുള്ളവരായി നമുക്ക് മാറാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.